ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചുവെന്ന കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂർ ഇന്ന് തന്നെ ജാമ്യാപേക്ഷ നൽകും. ഹൈക്കോടതിയിലാകും ജാമ്യാപേക്ഷ നൽകുക. ഹർജി അടിയന്തരമായി പരിഗണിക്കാനും അപേക്ഷ നൽകും. ലീഗൽ കറസ്പോണ്ടന്റ് ഷബന സിയാദുണ്ട് വിശദാംശങ്ങളുമായി. ഷബന, നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ. ജാമ്യം ലഭിക്കുമെന്നുള്ളത് തന്നെയായിരുന്നു പ്രതീക്ഷ. എന്നാൽ ജാമ്യം ലഭിച്ചില്ല, റിമാൻഡിലായി. ഇന്നിപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഉള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഇന്നലെ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ജാമ്യാപേക്ഷ തള്ളിയത്, റിമാൻഡ് ചെയ്യുകയും ചെയ്തു. 14 ദിവസത്തേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്ത് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് അയച്ചത്. ജാമ്യാപേക്ഷ ഇന്നലെ തന്നെ സമർപ്പിച്ചെങ്കിലും അതിൽ വിശദമായ വാദം നടത്തി കോടതി ജാമ്യം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു. പ്രഥമദൃഷ്ട്യാ പ്രതി കുറ്റം ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് കോടതി വിലയിരുത്തുകയും ചെയ്തിരുന്നു. കേസിന്റെ മെറിറ്റിലേക്ക് പോകാതെ തന്നെ ജാമ്യാപേക്ഷയിൽ ഈ പ്രതി കുറ്റം ചെയ്തോ എന്ന് മാത്രമായിരുന്നു മജിസ്ട്രേറ്റ് പരിഗണിച്ചത്. അത്തരത്തിൽ പരിഗണിച്ചാണ് ജാമ്യാപേക്ഷ ഇന്നലെ തള്ളിയിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹണി റോസിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ മജിസ്ട്രേറ്റ് തന്നെയാണ് ഈ ജാമ്യാപേക്ഷയും പരിഗണിച്ചിരുന്നത് എന്നൊരു വാദവും ഉയരുന്നുണ്ട്. അത്തരത്തിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും 164 രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ ആ രീതിയിലുള്ള വാദങ്ങളെല്ലാം നടത്തിയതിനു ശേഷമാണ് ഈ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. പിന്നീട് ഇതിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് സെഷൻസ് കോടതിയിൽ ഇന്ന് വേണമെങ്കിൽ ജാമ്യാപേക്ഷ നൽകാവുന്നതാണ്. എന്നാൽ ഹൈക്കോടതിയെ തന്നെ സമീപിക്കാം എന്ന തീരുമാനത്തിലാണ് അഭിഭാഷകരുള്ളത്. കാരണം ഇന്നിപ്പോൾ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ നാളെ ശനി ഞായർ 2 ദിവസങ്ങളിൽ കോടതി അവധി ദിവസമാണ്. ഈ 2 അവധി ദിവസങ്ങൾ കഴിഞ്ഞ് തിങ്കളാഴ്ച മാത്രമേ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണനയ്ക്കെത്തൂ. അതിനുശേഷം ജാമ്യാപേക്ഷ പരിഗണനയ്ക്കെത്തിയാൽ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് പോലീസിനോട് വിശദീകരണം തേടുകയും പോലീസിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇതിൽ വാദം നടക്കുകയുമായിരിക്കും. അങ്ങനെയെങ്കിൽ കൂടുതൽ ദിവസം ജയിലിൽ കഴിയേണ്ട സാഹചര്യം വരും. ഈ ജാമ്യാപേക്ഷയിൽ തീർപ്പാക്കുന്നതിന് സമയമെടുക്കും എന്നതുകൊണ്ടാണ് ഹൈക്കോടതിയെ ഇന്ന് തന്നെ അടിയന്തരമായി ഹർജി പരിഗണിക്കുന്ന രീതിയിൽ എത്തിക്കാൻ അഭിഭാഷകർ ശ്രമം നടത്തുന്നത്. ഹൈക്കോടതിയിലാണെങ്കിൽ ഇന്ന് ഇടക്കാല ജാമ്യത്തിനുള്ള ഒരാവശ്യം ഉന്നയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതായാലും ഇന്ന് തന്നെ അടിയന്തരമായി ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് ജാമ്യാപേക്ഷയിൽ ഇടക്കാല ജാമ്യം നൽകണം എന്നൊരാവശ്യം ഉന്നയിക്കുകയും ചെയ്യും. അത്തരത്തിൽ കോടതി പരിഗണിച്ചില്ലെങ്കിൽ പോലും ഇന്ന് കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയാൽ ഒരു പക്ഷേ 2 ദിവസത്തിനകം, അതായത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ സർക്കാർ വിശദീകരണം നൽകിയാൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലെത്തുകയും അതിലൊരു തീർപ്പുണ്ടാകുകയും ചെയ്യും എന്നതുകൊണ്ടാണ് ഹൈക്കോടതി പരിഗണിക്കാൻ ഒരുങ്ങുന്നത് എന്ന അഭിഭാഷക വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഹൈക്കോടതിയിൽ ഇന്ന് തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും അടിയന്തരമായി ബെഞ്ചിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട് അഭിഭാഷകർ. ഈ ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നത് താൻ ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടില്ല, ബോധപൂർവം ആ രീതിയിൽ അധിക്ഷേപിക്കാൻ ശ്രമം നടത്തിയിട്ടില്ല. മറ്റൊന്ന്, ഈ ഹണി റോസിൻ്റെ പരാതിയിൽ പറഞ്ഞിരുന്നത് പ്രകാരം ഒരു ജ്വല്ലറിയുടെ ഷോറൂം ഉദ്ഘാടനത്തിന് താൻ എത്തുമ്പോൾ അവിടെ വെച്ച് തന്നോട് മോശമായി പെരുമാറി, അശ്ലീല ആംഗ്യത്തോടു കൂടി പെരുമാറുകയും അത്തരത്തിൽ സംസാരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു മാല ധരിപ്പിക്കുകയും അതിനുശേഷം ഈ മാലയുടെ പിൻഭാഗം കാണണം എന്ന രീതിയിൽ തിരിച്ചു നിർത്തി ശരീരത്തിൽ അനുമതിയില്ലാതെ സ്പർശിച്ചു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഈ ജാമ്യാപേക്ഷയിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം ഈ പ്രോഗ്രാമിൻ്റെ ഫോട്ടോയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹണി റോസ് സ്വന്തം FB പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടായിരുന്നെങ്കിൽ അവർ ആ രീതിയിൽ ചെയ്യില്ലായിരുന്നു. മറ്റൊന്ന്, ആ സ്റ്റേജിൽ വെച്ചോ അല്ലെങ്കിൽ പിന്നീടോ അതിലൊരു എതിർപ്പ് അറിയിച്ചിട്ടില്ല തുടങ്ങിയ വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. ഏതായാലും അത്തരം വാദങ്ങൾ ഇന്നൊരു പക്ഷേ ഹൈക്കോടതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അടിയന്തരമായി കോടതിയിൽ ഈ ഹർജി എത്തിക്കാനാണ് അഭിഭാഷകർ ഇപ്പോൾ നീക്കം നടത്തുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഷബന സിയാദാണ് വിശദാംശങ്ങൾ നൽകിയത്.